ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നാളത്തെ മഴതോരം മുമ്പയുടെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അലീനയെ ഭയങ്കരമായിട്ടും ബ്രെയിൻ വാഷ് ചെയ്യുകയാണ് നമ്മുടെ കൃഷ്ണയാണെങ്കിലും അതേപോലെ തന്നെ ഭവിതയാണെങ്കിലും ഈ രോഹിത് ആണെങ്കിലും കൂടി അവിടെ ചെന്നിങ്ങനെ സംസാരിക്കുകയാണ്. നീ ഇവിടെ നിന്ന് പോകണം, നീ ഇവിടെ നിന്ന് പോയാൽ മാത്രമേ ഈ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവുള്ളൂ. അത് കിട്ടഞ്ഞപ്പോഴേക്കും ഞാൻ പോകാനായിട്ട് തയ്യാറാണല്ലോ, പക്ഷെ നിങ്ങളുടെ അച്ഛനോട് ചെന്ന് പറ, ബാലചന്ദ്രൻ സാറാണ് എന്നെ ഇവിടെ പിടിച്ച് നിർത്തിയിരിക്കുന്നത്. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ അദ്ദേഹം ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്ന പറഞ്ഞിരിക്കുന്നത്. എന്നെ വിടാനായിട്ട് അദ്ദേഹം തയ്യാറല്ല എന്നൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും രോഹിത് അവിടെ പറയാ, നീ എന്തിനാ അച്ഛനോട് പറയുന്നത്? നീ അച്ഛനോട് പറയാതെ പോ എന്നിങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും മനസ്സിലടാ, എനിക്ക് അങ്ങനെ ഇറങ്ങിപ്പോകാൻ തീരെ മനസ്സില്ല, നീ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഭവിതയ്ക്കാണെങ്കിലും അതേപോലെ തന്നെ കൃഷ്ണയ്ക്കാണെങ്കിലും ഭയങ്കര സങ്കടം തോന്നുകയാണ്. നിങ്ങൾ ഞങ്ങളുടെ വീടിൻ്റെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ നോക്കണം, കാരണം നിങ്ങൾ കാരണമാണ് എൻ്റെ അമ്മയും അച്ഛനും ഇതേപോലെ വഴക്കുണ്ടാക്കി മിണ്ടാതെ കൊണ്ട് മാറി നിൽക്കുന്നത്. അതിന് മാത്രം ഞാൻ എന്ത് ചെയ്തു എന്ന് കൃഷ്ണയോടൊക്കെ ചോദിക്കുകയാണ്. എനിക്കറിയില്ല, പക്ഷേ അലീന ചേച്ചിയുടെ പേര് ചൊല്ലിയാണ് ഇവർ രണ്ടുപേരും വഴക്കിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കണ്ടില്ലേ, അമ്മയുടെ മുഖത്ത് പോലും നോക്കുന്നില്ല. ഞങ്ങളുടെ ആ ഒരു ജീവിതം, പഴയ ജീവിതം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയേ മതിയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞെങ്കിലും അലീന അതൊന്നും വകവയ്ക്കാതെ നേരം മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ്. അപ്പം മുത്തശ്ശിയാണെങ്കിലും മുത്തശ്ശിയുടെ നാവിൽ നിന്നും ഇങ്ങനൊരു വർത്തമാനം വരുന്നത്, അലീന പോകണമെന്നുള്ളൊരു കാര്യം. ഓഹോ, അപ്പം മുത്തശ്ശിക്കും ഞാനിവിടുന്ന് പോകണമെന്നാണല്ലോ ആഗ്രഹം എന്ന് ചോദിച്ചപ്പോഴേക്കും, മോളെ നീ ഇവിടുത്തെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കി, ഈ കുടുംബം തകർച്ചയുടെ വക്കി നിൽക്കുകയാണ്, ഇതല്ലാതെ വേറൊരു കാര്യം എനിക്ക് പറയാൻ നിന്നോട് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും, ഇതിനുള്ള കാരണം ഞാനൊന്നുമല്ല, പക്ഷേ ഞാനിവിടുന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇതൊക്കെ ശരിയാവുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ, ശരിയാവില്ല, ഇതിലെക്കാലം കൂടുതൽ വഷളാകുകയുള്ളൂ. പക്ഷേ എന്നെ ഇവിടെ കൊണ്ടുവന്നത് ബാലചന്ദ്രൻ സാറും പിന്നെ വേണ്ടപ്പെട്ടവരുമാണ്. അതുകൊണ്ട് അവർ പറയാതെ എനിക്ക് ഇവിടെ നിന്ന് പോകാനായിട്ട് പറ്റില്ല. മുത്തശ്ശിയെ നോക്കാനും ഇപ്പോൾ ബാലചന്ദ്രൻ സാറിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ എന്നെ ഇവിടെ ഏൽപ്പിച്ചിരിക്കുകയാണ്. പിന്നെ മേഡത്തിൻ്റെ ചില കാര്യങ്ങളൊക്കെ ബാലചന്ദ്രൻ സാറ് അറിഞ്ഞിട്ടുണ്ടോ എന്നാണ് എനിക്കൊരു ഡൗട്ട്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശി ആകെ ഞെട്ടിപ്പോയി. ഇപ്പം മുത്തശ്ശി എന്ത് കാര്യം, ഏത് പഴയ കാര്യം? എന്തോ കാര്യം അറിഞ്ഞിട്ടുണ്ട്, അത് മുത്തശ്ശിയുടെ മകൻ തന്നെയാ ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോയത്. അതൊക്കെ കേട്ടിച്ചപ്പോഴേക്കും മുത്തശ്ശി ആകെ പേടിച്ച് പറിച്ച് വല്ലാത്തൊരു അവസ്ഥ നിൽക്കുകയാണ്. ദൈവം ഇനിയിപ്പോൾ അലീന എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? മുത്തശ്ശി പേടിക്കണ്ട, മുത്തശ്ശിയുടെ മനസ്സിലുള്ള കാര്യങ്ങളൊന്നും എന്നോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല, അത് മുത്തശ്ശിയുടെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ. പക്ഷേ ഈ രഹസ്യങ്ങളൊക്കെ ബാലചന്ദ്രൻ സാർ അറിയാതെ നോക്കിയാൽ മതി, അല്ലെങ്കിൽ ആകെ പണിയാവും. ഇനി അഥവാ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും പാടുപെടും എന്ന രീതിയിൽ അവിടെ പറയുക. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ദൈവമേ എന്തായിരിക്കും എന്ന് ചിന്തിച്ചാണ് അവിടെ നിൽക്കുന്നത്. അങ്ങനെ വൈജ രണ്ടും കൽപ്പിച്ചാണ് അലീനയെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് തുരത്തണം. അതിന് ഒരു വഴിയേ ഉള്ളൂ, മുത്തശ്ശിയെ നോക്കാനാണെന്നും പറഞ്ഞുകൊണ്ടാണല്ലോ അവൾ വന്നത്. അപ്പോൾ അമ്മയെ തന്നെ ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കണം എന്ന് ഒരു മനസാക്ഷിയില്ലാതെ സ്വന്തം കാര്യം നോക്കാൻ വേണ്ടി വൈജ അതും ഇതൊക്കെ ഇങ്ങനെ പറയാം. അങ്ങനെ വൈജ രണ്ടും കൽപ്പിച്ച് നേരെ കമലയെ വിളിക്കുകയാണ്. എന്താ വൈജ എന്ന് ചോദിക്കുകയാണ്. കമലേട്ടത്തി, എനിക്ക് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം മനസ്സിലായല്ലോ. ഇവിടെ ഓരോ ദിവസം കഴിയും തോറും ആകെ പ്രശ്നം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഈ കുടുംബം തകർന്ന മട്ടിലാണ് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേതായാലും ഇനി ഞാൻ അങ്ങനെ വെച്ച് പൊറപ്പിക്കാനായിട്ട് സാധ്യമല്ല. അലീനയെ ഇവിടെ നിന്ന് എനിക്ക് അടിച്ച് പുറത്താക്കണം. അത് കഴിഞ്ഞപ്പോഴേക്കും വൈശി, നീ എന്തിനു നോക്കുന്നു? ഏതായാലും അവളെ അവിടെ നിന്ന് അടിച്ച് പുറത്താക്കും. പക്ഷെ എങ്ങനെ? ഇപ്പോൾ ബാലചന്ദ്രന്റെ കാര്യവും അതേപോലെ തന്നെ ഇവിടുത്തെ അമ്മയുടെ കാര്യവും ഒക്കെ നോക്കുന്നത് അലീനയാണ്. അപ്പോൾ അലീനയെ അങ്ങനെ പറഞ്ഞു വിടാൻ പറ്റില്ലല്ലോ. മനുവല്ലേ അവൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ച്, ഏട്ടത്തി അവിടെ സന്തോഷമായിട്ട് കഴിയാണല്ലോ. എൻ്റെ കുടുംബജീവിതമല്ലേ തകർന്ന് തരിപ്പണമായ ഒരു അവസ്ഥ നിൽക്കുന്നത്. അതേതായാലും ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് തയ്യാറല്ല. ഞാനേ അമ്മയെ അവിടെ കൊണ്ടുവന്നാക്കാൻ പോവാണ്. ഇത് കേട്ട കമലയാണെങ്കിൽ കിളി പോയൊരവസ്ഥ നിൽക്കുകയാണ്. അമ്മയെ നോക്കുന്ന കാര്യം ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കമലയ്ക്ക്. അയ്യോ വൈശ, നീ എന്തൊക്കെയാ പറയുന്നത്? അമ്മൻ ഇങ്ങോട്ട് കൊണ്ടുവരാനോ? അതിന് അമ്മയ്ക്ക് ഇവിടെ നിൽക്കുന്നത് ഇഷ്ടമാണോ? അവിടെ തന്നെ നിൽക്കുന്നതല്ലേ ഇഷ്ടം? അയ്യോടാ, അമ്മയ്ക്ക് ഒരുപാട് സുഖം അങ്ങോട്ട് കൂടിപ്പോയി. ഇവിടെ നിന്നേ സുഖവാസം അങ്ങോട്ട് കൂടുതലായിപ്പോയി. അതുകൊണ്ട് അമ്മ ഇത്രയും സുഖിച്ചതൊക്കെ മതി. ഇനി അമ്മ ഒരുപാട് അങ്ങോട്ട് സുഖിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഏതായാലും അമ്മയെ കമലേട്ടത്തിൻ്റെ അടുത്ത് കൊണ്ടാക്കാൻ പോവാണ്. നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്യേ. എനിക്കിനി ഈ വയ്യാവേലിയൊന്നും ചുമന്ന് നടക്കാൻ പറ്റില്ല. അതേ തുടർന്ന് ഞാൻ അലീനയെയും അടിച്ചു പുറത്താക്കും. വേണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കൊണ്ട് നിർത്തുന്നേ അലീനയെ. ഞാനിവിടെ നിന്ന് അലീനയെ പുറത്താക്കിയിട്ട് ഇവിടെ വേറൊരുത്തിയെ വെക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കമലാകെ അവസ്ഥ നിൽക്കുകയാണ്. വൈശ, നീ അനാവശ്യ കാര്യങ്ങളൊന്നും പറയരുത്. അലീന പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലചന്ദ്രൻ അവിടെ പ്രശ്നം ഉണ്ടാക്കുമല്ലേ? കമലയുടെ ആ കാര്യം വിട്ടേര്, ബാലചന്ദ്രന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം.
എങ്ങനെ സമാധാനപ്പെടുത്തണമെന്നും എനിക്കറിയാം. എൻ്റെ ഭർത്താവിൻ്റെ കാര്യം നോക്കാൻ വേണ്ടി പുറത്തുനിന്ന് ഒരു പെണ്ണ് വരേണ്ട ആവശ്യമില്ല, ഭാര്യയായ ഞാനുണ്ട് ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര പ്രശ്നമുണ്ടാക്കിയിട്ട് ഫോൺ വയ്ക്കുകയാണ്. കമലയാണെങ്കിൽ പെട്ടുപോയൊരവസ്ഥയിൽ. അപ്പോൾ നമ്മുടെ അലീന, അപ്പോൾ അലീനയെ പുറത്താക്കാനുള്ള പല പരിപാടികളും ചെയ്യുകയാണല്ലോ. അങ്ങനെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഓഫീസിൽ നിന്ന് ഒരാളിങ്ങോട്ട് വരുന്നത്. ഒരാളിങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്താ കാര്യം എന്നൊക്കെ എനിക്ക് ചോദിക്കണം. അലീന മേഡം ഉണ്ടോ ഒക്കെ ചോദിച്ചപ്പോഴേക്കും അലീന മേഡോ എന്നു മുതലാ? അലീന മേഡല്ല, നിങ്ങൾ അലീന ഇവിടുത്തെ അലീനയെ തന്നെ തിരക്കി വന്നതാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ ബാലേന്ദ്രൻ സാറ് പറഞ്ഞിട്ടാണ്. ബാലേന്ദ്രൻ സാറ് പറഞ്ഞിട്ടോ അലീന മേഡോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അതെ സാർ, അതെ മേഡം, ഇവിടെ അലീന മേഡത്തെ പുതിയ സെക്രട്ടറിയായിട്ട് നിയമിച്ചിരിക്കുകയാണ് ബാലേന്ദ്രൻ സാറ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വൈജയും ആകെ കിളി പോയൊരവസ്ഥ നിൽക്കുകയാണ്. എന്തൊക്കെയാണ് കേൾക്കുന്നത് എന്ന് ചോദിക്കണം. അതെ, ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ്. മേഡത്തിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ബാലേന്ദ്രൻ സാറോട് പോയി ചോദിച്ചോ. അലീന മേഡത്തെ ചില കാര്യങ്ങൾ ഏൽപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് എന്നിങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ ഒരു സെക്രട്ടറിയും ഇല്ല, അങ്ങനെ എൻ്റെ ഭർത്താവിന് ഒരു സെക്രട്ടറിയുടെ ആവശ്യമില്ല. അയ്യോ മേഡം, എന്നെ തെറ്റിദ്ധരിക്കരുത് മേഡം, എനിക്ക് സാറ് പറയുന്നത് അനുസരിക്കാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ നമ്മുടെ അലീന ഇതെല്ലാം കേൾക്കുക. അലീന കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അലീനയാണെങ്കിൽ അന്തിച്ച് നിന്നു പോവുകയാണ്. ദൈവം എന്തൊക്കെയാണ് നടക്കുന്നതെന്നൊക്കെ ആലോചിച്ച്. കാരണം അലീന പോലും ഈ സംഭവം അറിഞ്ഞിട്ടില്ല. അപ്പോൾ വൈജ രണ്ടും കൽപ്പിച്ച് നേരെ ബാലേന്ദ്രന്റെ റൂമിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. നിന്നോട് ആരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. ചില കാര്യങ്ങളെല്ലാം എനിക്ക് ചോദിച്ചറിയാനുണ്ട്, എങ്കിലേ പുറത്തുനിന്ന് ചോദിച്ചാൽ മതി, ഈ റൂമിലേക്ക് കയറി വരേണ്ട കാര്യമില്ല നിനക്ക്. അല്ല, നിങ്ങൾ എന്ത് ഭാവിച്ചാ നിങ്ങളുടെ സെക്രട്ടറി ആയിട്ട് അലീനയെ നിയമിച്ചോ എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ, എൻ്റെ സെക്രട്ടറി ആയിട്ട് ഞാൻ അലീനയെ നിയമിച്ചു. നിങ്ങൾ ആരോട് ചോദിച്ചിട്ട് നിയമിച്ചു? എനിക്കെന്താ, എൻ്റെ സെക്രട്ടറി ആയിട്ട് ആരെങ്കിലും നിയമിക്കണമെങ്കിൽ ആരെങ്കിലും അനുവാദം വേണോ? എനിക്ക് ഒരുത്തൻ്റെയും ഒരുത്തിയുടെയും അനുവാദം വേണ്ട. എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട് എനിക്കറിയാം. എൻ്റെ സെക്രട്ടറി ആയിട്ട് ആരെ നിർത്തണമെന്നും എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് കൂടുതൽ ഡയലോഗൊന്നും വേണ്ട, ഇറങ്ങിപ്പോടി എൻ്റെ റൂമിൽ നിന്ന്, നിനക്ക് എന്താ അധികാരം എന്നൊക്കെ ചോദിക്കുകയാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വൈജാകെ സ്തംഭിച്ച് വല്ലാത്തൊരവസ്ഥ നിൽക്കുക. അപ്പോൾ ഇതൊന്നും ശരിയാവില്ല, ഇതിൽ എന്തൊക്കെയോ കളികൾ നടക്കുന്നുണ്ട്, നീ എന്ത് വേണമെങ്കിലും കണക്കൂട്ടി എടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ വൈജ അരിശപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാ. അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അലീനയെ വിളിക്കുകയാണ് ബാലേന്ദ്രൻ. അപ്പോൾ അലീനയെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും സാറേ എന്തെല്ലാണ് സാറേ കാണുന്നത്, സാറ് എന്നെന്തിനാണ് സെക്രട്ടറിയായിട്ട് നിയമിച്ചിരിക്കുന്നത് ചോദിച്ചപ്പോഴേക്കും എന്താ നിനക്കത് പറ്റില്ലേ, ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും അനുസരിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ടല്ലേ നീ ഇവിടെ നിന്നത്. എനിക്ക് ചില വാക്കുകൾ തന്നിട്ടുണ്ട് അലീന, ആ കാര്യങ്ങൾ മറക്കരുത്. നീ എൻ്റെ സെക്രട്ടറി മാത്രമല്ല, മൂത്ത മകളും കൂടിയാണ്, അത് മറന്നു പോകരുത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അലീനയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നുകയാണ്. ഞാൻ എന്ത് തീരുമാനം എടുക്കുന്നോ ആ തീരുമാനത്തിനൊക്കെ നീ എൻ്റെ ഒപ്പം നിന്നോളാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അലീന എല്ലാത്തിനും സമ്മതം മൂളുക. അങ്ങനെ നമ്മുടെ വൈജ പെട്ടുപോയി എന്നൊരവസ്ഥ നിൽക്കുക. ഇനിയിപ്പോൾ അലീനയെ എവിടെ നിന്ന് അടിച്ചു പുറത്താക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ നമ്മുടെ വൈജിയാണെങ്കിൽ തലക്ക് കൈയും കൊടുത്ത് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും അലീന വന്നിട്ട് മേഡം എന്നവരെ വിളിക്കുക. നീ മിണ്ടി പോകരുത്, നീയാണ് ഇതിനെല്ലാത്തിനും കാരണം, നിനക്ക് കിട്ടിയതൊന്നും പോരല്ലേ മേഡം, എന്നോട് ചൂടായിട്ട് കാര്യമില്ല. മേഡത്തിൻ്റെ സ്വഭാവം ആദ്യം നന്നാക്കണമായിരുന്നു. സ്വന്തം തെറ്റുകൾ മറച്ചു വെച്ചിട്ട് മറ്റുള്ളവരെ വിഡ്ഢിയാക്കാനുള്ള മേഡത്തിൻ്റെ ശ്രമം അത് നടക്കില്ല മേഡം. എന്താ എപ്പോഴുള്ള കള്ളം എന്നേക്കുമായി മറച്ചു വെക്കാമെന്ന് മേഡം വിചാരിച്ചോ? അതൊന്നും നടക്കാൻ പോകുന്നില്ല മേഡം. ഏത് കള്ളവും ഒരിക്കൽ പൊളിഞ്ഞ് വീഴും മേഡം. അതൊക്കെ ആലോചിച്ച് വേണം ഓരോ കാര്യങ്ങളും തീരുമാനിക്കാനായിട്ട്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വൈജയും ഭയങ്കരമായിട്ട് വിട്ടുകൊടുക്കാതെ അലീനയെ നല്ല പൊളിച്ചെടുക്കുന്ന രീതിയിൽ സംസാരിക്കുക. അപ്പോൾ ബാലേന്ദ്രൻ അവിടെ നിന്നിട്ട് എന്താ അവിടെ ബഹളം? എൻ്റെ സെക്രട്ടറിയോട് എങ്ങനെ പെരുമാറണമെന്ന് മറ്റുള്ളവരോട് ഞാൻ പറഞ്ഞു തന്നോ? ഞാനാണ് ഇവിടെ നിയമിച്ചിരിക്കുന്നത്, ഇത് എൻ്റെ വീടാണ്, ഇവിടെ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വലിയൊരു ബഹളം തന്നെ നടക്കുകയാണ്. അതൊക്കെ കേട്ട് കൃഷ്ണയും ബബിതയ്ക്ക് അന്തം വിട്ട ഒരു അവസ്ഥ നിൽക്കുകയാണ്. അലീനയ്ക്ക് ഇത്രയും അധികാരങ്ങൾ അവിടെ കൊടുത്തിരിക്കുകയാണ് നമ്മുടെ ബാലചന്ദ്രൻ. അപ്പോൾ ഇനി കാണാനായിട്ട് പോകുന്നത് ഒരു അടിപൊളി രംഗം തന്നെയായിരിക്കും. വൈജയുടെ സത്യങ്ങൾ വൈജയുടെ ഈ കള്ളത്തരങ്ങളൊക്കെ സകലരും അറിയുന്ന ആ ഒരു നിമിഷം വരാനായിട്ട് പോവുകയാണ്. ബാലചന്ദ്രൻ തന്നെ അറിഞ്ഞിട്ടുണ്ട്. ഇനി എല്ലാവരും അറിയാനായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള എപ്പിസോഡ് എല്ലാവരും കാണുമെന്നും പറയണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.